അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് റാലിക്കിടെ ഉണ്ടായ വെടിവയ്പിൽ ഡൊണാൾഡ് ട്രംപിന് പരിക്കേറ്റിരുന്നു. പ്രേക്ഷകർക്ക് അറിയാം, ആ വാർത്ത നമ്മൾ അത് സംപ്രേഷണം ചെയ്തിരുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് സുരക്ഷിതനാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ ഇപ്പോൾ വരുന്നു. അക്രമിയെ പോലീസ് വെടിവെച്ച് കൊന്നു. ഇന്ത്യയടക്കം ലോകരാജ്യങ്ങൾ ആക്രമണത്തെ അപലപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇവരൊക്കെ തന്നെ നടുക്കവും ഞെട്ടലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പി ജെയിംസ് ചേരുകയാണ്. ജെയിംസ്, ഗുഡ് മോർണിംഗ്. ജെയിംസ്, അവിടെ തിരുവനന്തപുരത്ത് വലിയൊരു സംഭവം നടക്കുകയാണ്. നമുക്ക് വളരെ വേഗം പോകേണ്ടി വരും. അപ്പോൾ പറയൂ. ഒരുപക്ഷെ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു സംഭവമാണ്. അമേരിക്കയിലെ പെൻസിൽവാനിയയ്ക്ക് അടുത്തുള്ള ബട്ട്ലർ എന്ന സ്ഥലത്തുണ്ടായിരിക്കുന്നത്. അവിടെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പോഡിയത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്ന വാർത്ത ഓൾറെഡി ലോകം മുഴുവൻ അറിഞ്ഞതാണ്. പക്ഷെ അദ്ദേഹം സുരക്ഷിതനാണ് എന്ന വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, പെൻസിൽവാനിയ പോലീസ് അത് സംബന്ധിച്ച് ഒരു പത്രസമ്മേളനം തന്നെ അടുത്ത സമയത്ത് നടത്താൻ പോവുകയാണ്. എന്തായാലും ഇതൊരു വധശ്രമമാണ് എന്ന തരത്തിൽ തന്നെ പോലീസ് കേസെടുത്തിരിക്കുന്നു. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് നിൽക്കെ മറ്റൊരു കെട്ടിടത്തിൻ്റെ റൂഫ് ടോപ്പിൽ നിന്നാണ് വെടിവയ്പ് വന്നത്. റാലിക്കിടയിൽ നിന്നല്ല. അവിടെ അക്രമി ഏതാണ്ട് വളരെ കൃത്യമായിട്ട് ഗൺ പോയിന്റ് ചെയ്താണ് വെടിവെച്ചത്. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ ആണ് വെടികൊണ്ടത്, മറ്റേ തലയിൽ കൊണ്ടിട്ടില്ല. രക്തം വാർന്നൊലിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും പെട്ടെന്ന് തന്നെ ഞെട്ടിയ ട്രംപ് ആ പോഡിയത്തിൻ്റെ താഴേക്ക് ഒളിക്കുന്നതും പിന്നീട് സുരക്ഷാ ഉദ്യോഗസ്ഥർ, സീക്രട്ട് പോലീസ് അദ്ദേഹത്തെ വളയം ചെയ്ത് രക്ഷപ്പെടുത്തുന്നതും, അതിനിടയിൽ നിന്ന് അദ്ദേഹം മുഷ്ടി ചുരുട്ടി മറ്റേ ജനക്കൂട്ടത്തിന് നേരെ ശക്തമായിട്ട് മുദ്രാവാക്യം വിളിക്കുന്നതിൻ്റെയൊക്കെ വിഷ്വൽസ് വന്നിട്ടുണ്ട്. എന്തായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് ഞെട്ടിക്കുന്ന സംഭവമാണ്. എന്ന് മാത്രമല്ല, ഇതിൻ്റെ പിന്നിൽ വധശ്രമമുണ്ട് എന്ന് തന്നെയാണ്, അദ്ദേഹത്തെ വധിക്കാൻ തന്നെയാണ് ശ്രമിച്ചത് എന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ആദ്യത്തെ വൈറ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നുണ്ട്. വെളുത്ത വംശജർക്ക് വേണ്ടി വളരെ കർശനമായിട്ടുള്ള നിലപാടെടുക്കുകയും പ്രത്യേകിച്ച് ബ്ലാക്ക് ലൈവ്സ് മാറ്റേഴ്സ് പോലുള്ള സംഭവങ്ങളിൽ ജോർജ് ഫ്ലോയിഡൊക്കെ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹം മറ്റേ കറുത്ത വംശജരായിട്ടുള്ള ആൾക്കാർക്കെതിരെ നിലപാടെടുത്തതിൻ്റെ പേരിൽ ഒരുപാട് വിമർശിക്കപ്പെട്ടിരുന്നു. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിത്വം അദ്ദേഹത്തിന് അനുകൂലമായി മാറിയിരിക്കുന്നു. ജോ ബൈഡനെതിരെ മത്സരിക്കുന്നു. ഇതിനിടയിലാണ് ഈ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇത് സംബന്ധിച്ച് ലോക രാജ്യങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, ഒപ്പം തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് ട്രംപിനോട് സംസാരിച്ചു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞു ഈ ആക്രമണത്തിന് അമേരിക്കൻ സമൂഹത്തിൽ യാതൊരു സ്ഥാനവുമില്ല, ഇതിനെതിരെ അതിശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാവും എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നു. ഒരു വ്യക്തി മാത്രമായിരിക്കണമെന്നില്ല. SKN ഓർക്കുന്നുണ്ടാവും, നമ്മൾ ഒരുപാട് വായിച്ചിട്ടുള്ളതാണ്. 1964 നവംബർ 22 ഏതാണ്ട് ഇതുപോലെ സമാനമായ സാഹചര്യത്തിലാണ്, അന്ന് പ്രസിഡൻ്റായിരുന്നു ജോൺ എഫ് കെന്നഡി. അദ്ദേഹം ഡാളസിലൂടെ തുറന്ന വാഹനത്തിൽ തൻ്റെ ഭാര്യ ജാക്കി കെന്നഡിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേരെ അദ്ദേഹത്തിന് വെടിയേറ്റത്. അതും തൊട്ടടുത്ത ബിൽഡിങ്ങിൽ നിന്ന്. ഞാൻ അടുത്തിടെ സ്ഥലം സന്ദർശിച്ചതാണ്. തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ നിന്ന് ലെൻസ് ഉപയോഗിച്ചുള്ളത് വെച്ചിട്ട് അദ്ദേഹത്തെ ഒരു സ്ഥലം തിരിഞ്ഞു വരുന്ന സമയത്ത് വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അങ്ങനെ ഒരുപാട് പേരെ അമേരിക്കയിൽ ഏറ്റവും പ്രശസ്തനായിരുന്ന പ്രസിഡന്റ് അടക്കം ഒരുപാട് പേർ അവിടെ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അബ്രഹാം ലിങ്കൻ 1865 അദ്ദേഹം വാഷിങ്ടണിലെ ഫോർഡ് തിയേറ്ററിൽ നാടകം കാണാൻ ചെല്ലുമ്പോൾ പ്രശസ്തനായൊരു നടൻ വിൽക്സ് ബൂത്താണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. അതുപോലെ തന്നെ ജോൺ എഫ് കെന്നഡിയുടെ സഹോദരൻ റോബർട്ട് കെന്നഡി 1968 ജൂൺ 5 അദ്ദേഹം പ്രൈമറിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ വെടിവെച്ച് കൊലപ്പെടുത്തിയത്. ഇങ്ങനെ തുരുതുര ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു. SKN. പി ജെയിംസ്, ഇനി പശ്ചിമേഷ്യയിലേക്കൊന്ന് പോയാൽ ഗസയിൽ 2 കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 115 പേർ കൊല്ലപ്പെട്ടുവെന്ന് വാർത്ത വരുന്നു. യഥാർത്ഥത്തിൽ ഈ യുദ്ധം അവസാനിക്കുമെന്ന ചില സൂചനകൾ വരുമ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ കൂടുതൽ ദുരന്തങ്ങളുടെ വാർത്ത വരുന്നത്. ഈ 115 പേരൊക്കെ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ലല്ലോ അത്. SKN, സമീപകാലത്ത് ഏറ്റവും കൂടുതൽ പേർ കൊല്ലപ്പെട്ടത് ഈ മണിക്കൂറുകളിലാണ്. ഗസയിലെ 2 കേന്ദ്രങ്ങളിൽ, ഒന്ന് തെക്കൻ ഗസയിലെ വലിയ നഗരമായിട്ടുള്ള ഖാൻ യൂനിസിൽ ഏതാണ്ട് ടെൻറ്റുകൾക്ക് നേരെ ബോംബ് വർഷം തന്നെ നടത്തുകയായിരുന്നു ഇസ്രായേൽ സൈന്യം. അവിടെ 90 പേർ കൊല്ലപ്പെട്ടു. പിന്നീട് 25 പേർ 1-2 ഇടത്തായിട്ടാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഗസയിൽ രക്തപ്പുഴ ഒഴുകുന്ന തരത്തിലേക്ക് ഇസ്രായേൽ സൈന്യം പെരുമാറുന്നു. ഒരുപക്ഷെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും അവിടുത്തെ വലതുപക്ഷ തീവ്രവാദികളായ ഘടകകക്ഷികൾക്കും ഈ യുദ്ധം നിർത്താൻ താല്പര്യമില്ല. ഒരു വെടിനിർത്തലിൻ്റെ സാധ്യതയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അതെല്ലാം തകർത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഗസയിൽ പാലസ്തീൻകാരെ ഈ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വല്ലാത്ത ദൃശ്യങ്ങൾ
വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഗസയിൽ മരണമടഞ്ഞവരുടെ സംഖ്യ 38,500 കവിഞ്ഞിരിക്കുന്നു. ആ തരത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഗസയെ സംബന്ധിച്ചിടത്തോളം അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭ പ്രതിഷേധിച്ചിരിക്കുന്നു, ലോകരാജ്യങ്ങൾ പ്രതിഷേധിച്ചിരിക്കുന്നു. ഇസ്രായേലിനെതിരെ കൂടുതൽ ശക്തമായ നടപടി വേണമെന്നുള്ള വാദം വന്നിരിക്കുന്നു. പക്ഷേ ഇതൊന്നും കൂസാതെ ഇസ്രായേൽ നരഹത്യ തുടരുകയാണ്. SK. ഓക്കെ, താങ്ക് യു ബി ജെയിംസ്. ഇനി നമുക്ക് നാളെ കണ്ടുമുട്ടാം വിദേശ വാർത്തകളുമായി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.